ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ അങ്ങയെ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു പ്രഭുവായിട്ടാണോ, ഗുരുവായിട്ടാണോ, അധ്യാപകനായിട്ടാണോ, അതോ ഒരു സ്നേഹിതനായിട്ടാണോ? ഞാൻ അങ്ങയെ എങ്ങനെ കാണണം? ഗുരു വളരെ അനുകമ്പയോടെ മറുപടി പറഞ്ഞു, നീ എന്നെ ഒരു പ്രഭുവായി കണ്ടാൽ നീ ഒരു ശിഷ്യനാകും. നീ എന്നെ ഒരു ഗുരുവായി കണ്ടാൽ നീ ഒരു അന്വേഷിയാകും. നീ എന്നെ ഒരു പ്രഭാഷകനായി കണ്ടാൽ നീ ഒരു ശ്രോതാവാകും. നീ എന്നെ അധ്യാപകനായി കണ്ടാൽ നീ ഒരു വിദ്യാർത്ഥിയാകും. നീ എന്നെ ഭഗവാനായി കണ്ടാൽ നീ ഒരു ഭക്തനാകും. നീ എന്നെ പ്രിയപ്പെട്ടവനായി കണ്ടാൽ നീ ഒരു കാമുകനാകും. നീ എന്നെ ഒരു സമകാലീനനായി കണ്ടാൽ നീ ഒരു സുഹൃത്താകും. ഗുരു മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ എങ്ങനെ കാണുന്നു എന്നതെനിക്ക് യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. എന്നാൽ അത് നിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നു. ലോകത്തിൽ ഏതൊരു കാര്യത്തെയും നീ നിർവചിക്കുമ്പോൾ അതിനോടുള്ള നിന്റെ ബന്ധവും അവിടെ നിർവചിക്കപ്പെടുന്നു. ദശരഥൻ രാമനിൽ ഒരു മകനെ കണ്ടു. ആ പ്രക്രിയയിൽ അദ്ദേഹം ഒരു പിതാവായി മാറി. എന്നാൽ മകനുമായുള്ള വേർപാട് താങ്ങാനാവാതെ അദ്ദേഹം മരണപ്പെട്ടു. സീത രാമനിൽ തന്റെ ഭർത്താവിനെ കണ്ടു. അങ്ങനെ അവൾ ഒരു ഭാര്യയായി മാറുകയും രാമന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ വലിയൊരു പങ്ക് അനുഭവിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ രാമനിൽ ഒരു സഹോദരനെ കണ്ടു. അങ്ങനെ ഒരു സഹോദരനായി മാറി തന്റെ ജീവിതകാലം മുഴുവൻ ജ്യേഷ്ഠന്റെ സേവനത്തിനായി സമർപ്പിച്ചു. രാവണൻ രാമനിൽ ഒരു ശത്രുവിനെ കണ്ടു. അങ്ങനെ ഒരു ശത്രുവായി മാറുകയും ഒടുവിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇവരോരോരുത്തരും രാമനെ അച്ഛനും ഭർത്താവും സഹോദരനും ശത്രുവുമൊക്കെയായി രാമനെ കണ്ടപ്പോൾ, ബുദ്ധിപരമായി വികസിച്ച മനുഷ്യരുടെ ഈ കൂട്ടത്തിൽ ഒരു കുരങ്ങൻ രാമനിൽ ഈശ്വരനെയാണ് കണ്ടത്. ആ ഒരൊറ്റ ദൈവീകമായ കാഴ്ചപ്പാട് അവനെ പതിയെ കാലക്രമേണ മാറ്റിമറിക്കുകയും അവസാനം ആ വാനരൻ സ്വയം ഈശ്വരനായി മാറി നാം ഇന്ന് ആരാധിക്കുന്ന സാക്ഷാൽ ഹനുമാനായി മാറുകയും ചെയ്തു. നമ്മൾ കാണുന്ന ലോകമല്ല, നമ്മൾ എങ്ങനെ ഓരോ മനുഷ്യരെയും വസ്തുവിനെയും കാണുന്നു എന്നതാണ് നമ്മുടെ ലോകത്തെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നത് ലോകത്തിനൊരു മാറ്റവും വരുത്തുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്കെല്ലാ മാറ്റങ്ങളും വരുത്തുന്നു. അതുകൊണ്ട് ലോകത്തിലെ എല്ലാറ്റിനെയും എപ്പോഴും മനോഹരമായി കാണുക. How you see the world makes no difference to the world, but it makes all the difference to you. So, see beautifully.